ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി മുഫാസ് മനസ്സിലോട്ട് ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പം നമ്മുടെ നാളെ വരാനിരിക്കുന്ന കാറ്റത്തെ കിളിക്കൂട് സീരിയലിൻ്റെ ഒരു വിശേഷം, നമ്മുടെ നിധിയുടെയും സുധീഷിൻ്റെയൊക്കെ പുതിയ വിശേഷങ്ങൾ അറിഞ്ഞാലോ. അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി നമ്മുടെ സുധീഷ് നിധിയും കൊണ്ട് ജോലിക്കൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ പോയി തിരിച്ച് നിധി ബസ്സിലാണ് വരുന്നത് കേട്ടോ. രാവിലെ സുധീഷ് കൊണ്ടുവന്ന് വിടുന്നുണ്ട്. എന്നിട്ട് തിരിച്ച് സുധീഷിൻ്റെ അടുത്ത് വരണ്ടാന്ന് പറഞ്ഞിട്ട് നിധി ബസ്സിൽ വന്നിറങ്ങുന്നുണ്ട്. പക്ഷേ നിധി തിരിച്ച് ഓഫീസിൽ നിന്ന് കമ്പനിയിൽ നിന്ന് വരുന്ന സമയത്ത് ഒരു സ്ത്രീയായിട്ട് കൂട്ടിമുട്ടുന്നുണ്ട്. അങ്ങനെ നിധിയുടെ കയ്യിലിരുന്ന സാധനങ്ങളൊക്കെ താഴോട്ട് വീഴാണ്. അങ്ങനെ നിധി അത് അവരും തട്ടിയ സ്ത്രീയും നിധിയും കൂടെ ചേർന്ന് അത് എടുക്കുമ്പോൾ നിധി അവരെ മുഖത്ത് നോക്കുമ്പോൾ നിധി എവിടെയോ കണ്ടതുപോലത്തെ ഒരു ഫേസ് ആ ലേഡിക്ക്. അപ്പോൾ ഇതാരാന്ന് നിധിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല. അങ്ങനെ നിധി എന്നിട്ട് അവർ സോറിയൊക്കെ പറഞ്ഞിട്ട് നിധിയുടെ അടുത്ത് നിന്ന് പോവാണ്. താഴെ വീണതൊക്കെ എടുത്തു കൊടുത്തു കേട്ടോ. ഇതേ സമയം നിധിയുടെ കൂടെ വന്ന ആ കമ്പനിയിലുള്ള സ്റ്റാഫ് എന്തൊക്കെയോ പറയുന്നെങ്കിലും നിധിയുടെ മനസ്സ് മുഴുവൻ ഈ സ്ത്രീയെക്കുറിച്ചും അവരാരാ എന്താ എനിക്ക് എവിടെയോ ഈ അടുത്ത് തന്നെ കണ്ട് പരിചയമുള്ള ഒരു ലേഡി ആണല്ലോ എന്നൊക്കെയുള്ള ചിന്തകൾ ഇങ്ങനെ വരണം കേട്ടോ. അപ്പോൾ ആ കൂടെ വന്ന സ്റ്റാഫ് ചോദിക്കുന്നുണ്ട്, നിധി വേറെ എന്തൊക്കെയോ വലിയ ആലോചനയിലാണെന്ന് തോന്നുന്നു എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പം നിധി പറയുന്നുണ്ട്, ഇല്ല, ഞാൻ എൻ്റെ തോളിൽ കൂട്ടിമുട്ടിയില്ല, ആ സ്ത്രീ എവിടെയോ കണ്ടിട്ടുണ്ട്, പക്ഷെ ആരാ എന്താണെന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. അതിപ്പോൾ ഒരാളെ പോലെ എത്ര പേര് കാണും എന്നൊക്കെ പറഞ്ഞ് നിധി പിന്നെ വീട്ടിലോട്ട് വരെയാണ്. അപ്പം നിധിയെ കാത്ത് നമ്മുടെ നികേഷ് ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണ്. പക്ഷേ ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് നികേഷിനെ ഒന്നും നിധി കാണുന്നില്ല. നിധി നടന്നു പോകണം. അപ്പം നികേഷ് ചോദിച്ചു, ഒറ്റ ദിവസം കമ്പനി പോയപ്പോൾ തന്നെ ആളിൻ്റെ റിലേ ഒക്കെ പോയോ എന്നും പറഞ്ഞ് നികേഷ് പുറകെ ചെന്ന് നിധിയേട്ടത്തിൽ നിന്ന് പറഞ്ഞ് പിടിച്ച് നിർത്തുകയാണ്. അങ്ങനെ നികേഷുമായിട്ട് ഞാൻ കണ്ടില്ല നിന്നെ എന്നൊക്കെ പറഞ്ഞ് നികേഷിൻ്റെ കൂടെ സംസാരിച്ച് പോരുകയാണ്. പക്ഷേ എങ്കിലും മൈൻഡ് മൊത്തം ആ സ്ത്രീയായിരുന്നു. ആ സമയത്താണ് പെട്ടെന്ന് നികേഷിൻ്റെ മുഖത്ത് വളരെ ഒരു ഇതോടുകൂടി നിധി നോക്കുകയാണ്. കാരണം നികേഷിൻ്റെ അതേ മുഖച്ഛായയാണ് ആ സ്ത്രീക്ക്. അപ്പോഴാണ് നിധി ഓർത്തത്, അന്ന് നികേഷ് ഒരു ഫോട്ടോ എടുത്തായിരുന്നല്ലോ, ഇതാരാ എന്നെ എടുത്തുകൊണ്ട് നിൽക്കണേന്നൊക്കെ ചോദിച്ച് ആ സ്ത്രീയുടെ ആ ഒരു ഗുജറാത്തി ഒരു ഹിന്ദിക്കാരിയുടെ അതേ വേഷമായിരുന്നു. അപ്പോൾ ആ സ്ത്രീയാണ് എന്നുള്ളത് നിധിക്ക് മനസ്സിലാവേണം കേട്ടോ. പക്ഷേ നികേഷിനോടൊന്നും പറയാൻ നിൽക്കില്ല. അങ്ങനെ നിധി വീട്ടിലെത്തി കഴിയുമ്പോൾ നമ്മുടെ സുധീഷും സുഭാഷും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതെന്താ ഇത്രയും ലേറ്റായത്, ഞാൻ വരാമെന്ന് പറഞ്ഞില്ലെന്നും പറഞ്ഞ് സുധീഷ് ഇങ്ങനെ പറഞ്ഞു, കാറിൽ വന്നാൽ പോരായിരുന്നോ. അപ്പം നിധി പറഞ്ഞു, എന്നും ഒരാളെ ഇട്ട് ബുദ്ധിമുട്ടിപ്പിക്കുക എന്ന് പറയുന്നത് അത്ര നല്ല കാര്യമല്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ വരണ്ടെന്ന് പറഞ്ഞത്. പിന്നെ നികേഷിൻ്റെ കൂടെ വരാമല്ലോ. അപ്പം നമ്മുടെ സുധീഷിന് ഇഷ്ടപ്പെട്ടില്ല നികേഷ്. കാരണം എന്നെ നിധിയായിട്ടൊന്ന് മിണ്ടാം അല്ലെങ്കിൽ അവളുമായിട്ടൊന്ന് കൂട്ടുകെട്ടാമെന്നും പറഞ്ഞിരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ നികേഷ് കയറി വന്നിക്കണം. അവൻ കൊണ്ടുപോകില്ല എന്നും പറഞ്ഞുകൊണ്ട് വന്നിക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒച്ചയെടുക്കാൻ കേട്ടോ. ഒച്ചയല്ല, മനസ്സിലിങ്ങനെ പറയുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ അവൻ കല്ലിടാൻ വേണ്ടി എന്താ അങ്ങനെ ആ ഒരു ടോണിൽ ഇങ്ങനെ സുധീഷ് മനസ്സിൽ പറയുകയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നിധി കയറി വന്നപ്പോൾ തന്നെ സുഭാഷ് ചോദിച്ചു, മോളെ ജോലിയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു, വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. ഇല്ല സുഭാഷ് ചേട്ടാ, ജോലിയൊക്കെ നല്ലതായിരുന്നു, കുഴപ്പമില്ല, ഇന്ന് ഫസ്റ്റ് ഡേ അല്ലേ, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സുധീഷും ചോദിച്ചപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഹാപ്പി ആയിരുന്നു എന്ന് പറഞ്ഞു. അതെ, ഞാനൊന്ന് ഫ്രഷായി വരട്ടെ എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഹരീഷും ഉണ്ടായിരുന്നു. ഹരീഷും ചോദിക്കുന്നുണ്ട് ജോലിയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ഏട്ടത്തി എന്നൊക്കെ. അപ്പോൾ എല്ലാവരുടെ അടുത്ത് സംസാരിച്ചിട്ട് നമ്മുടെ നിധി പോയി ഫ്രഷായി ഫ്രഷായി വന്നിട്ട് അപ്പോഴേക്കും നമ്മുടെ സുഭാഷ് കിച്ചണിലോട്ട് പോവാണ്, എന്തെങ്കിലുമൊക്കെ അത്താഴത്തിന് ഉണ്ടാക്കണമല്ലോ. അപ്പം നിധിയും കൂടെയാണ്. അപ്പോൾ സുഭാഷ് പറഞ്ഞു, മോൾ ഇന്ന് ജോലിക്കൊക്കെ പോയി ക്ഷീണിച്ചല്ലേ വന്നിരിക്കണേ, അതുകൊണ്ട് ഞാൻ ചെയ്തോളാം, പിന്നെ അതൊന്നും ഒരു കുഴപ്പമില്ല സുഭാഷ് ചേട്ടാന്ന് പറഞ്ഞിട്ട് നിധിയും കൂടെയാണ് കേട്ടോ. ഇതേ സമയം നിധി പതുക്കെ ഫ്രണ്ടിലോട്ട് വരുമ്പം നമ്മുടെ ഭാസ്കരൻ അങ്ങനെ അവിടെ കിടക്കുകയാണ്. എന്നിട്ട് ഭാസ്കറിൻ്റെ അടുത്ത് ചെന്നിട്ട് ചോദിക്കും, അച്ഛാ നികേഷിൻ്റെ അമ്മ ഇപ്പോൾ എവിടെ ഉണ്ടെന്ന് ചോദിക്കും. പെട്ടെന്ന് നമ്മൾ പ്രതീക്ഷിക്കാണ്ട് അങ്ങനെ അതിനെക്കുറിച്ചൊരു ടോക്ക് വരേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ പെട്ടെന്ന് ഭാസ്കരൻ വല്ലാണ്ടായി പോകണം. ഇവളെന്താ ഇങ്ങനെ ചോദിച്ച്, ഭാസ്കരൻ ഞെട്ടലോടെ ചോദിക്കണം, എന്താ മോളെ നീ അങ്ങനെ ചോദിച്ചേ, അല്ല അവരിപ്പോൾ എവിടെ ഉണ്ടെന്ന് ചോദിച്ചു, എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നിധി പറഞ്ഞു, അതെ, എന്നാൽ അവർ ഈ തിരുവനന്തപുരത്ത് തന്നെ ഉണ്ട്, ഞാൻ ഇന്ന് അവരെ കണ്ടു എന്ന് പറയണേ. ഭാസ്കരൻ അങ്ങോട്ട് വല്ലാണ്ടാവേണ്, എന്തൊക്കെയാണ് ഇവൾ ഈ പറയണത്, എന്ത് പറഞ്ഞാൽ ഇനി എവിടെ മുന്നിൽ നിന്ന് തടി തപ്പണം, അങ്ങനെയൊക്കെ ഉള്ളൊരു ഫീലിങ്സും ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയി പോകണം കേട്ടോ. അപ്പോൾ ഭാസ്കരൻ എന്തൊക്കെയോ പറഞ്ഞ് തടി തപ്പേണ്, എനിക്കറിഞ്ഞൂടാ, എൻ്റെ കൂടെ ഈ വക കാര്യങ്ങളൊന്നും ചോദിക്കില്ലെന്ന് നിന്നോട് പറഞ്ഞിട്ടില്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ട് നിന്നിട്ട് ലാസ്റ്റ് ആയപ്പോൾ നിധി പറഞ്ഞു, അതെ അച്ഛൻ ഇപ്പം എന്നോടൊന്നും പറയണ്ട, പക്ഷേ ഞാൻ ഇന്ന് ആ സ്ത്രീയെ കണ്ടു, അവരിവിടെ തന്നെ ഉണ്ട്, അവരെന്തുകൊണ്ടാണ് നികേഷിനെ കാണാൻ വരാത്തത്, ഞാൻ ഈ സത്യങ്ങളൊക്കെ കണ്ടുപിടിക്കുക എന്നെ ചെയ്യുമെന്നും പറഞ്ഞ്
ഒരു വെല്ലുവിളിയോടുകൂടി നിധി പോവാണ് കേട്ടോ. അത് കഴിഞ്ഞ് അത്താഴമൊക്കെ കഴിച്ച് ഇങ്ങനെ കിടക്കുകയാണ്, എല്ലാവരും കിടക്കാനുള്ള തയ്യാറെടുപ്പും കാര്യങ്ങളൊക്കെയാണ്. അത് പിറ്റേന്ന് രാവിലെ ആയപ്പോഴത്തേക്ക് ജോലിക്ക് പോകാനുള്ള തയ്യാറെടുപ്പൊക്കെയാണ്. അങ്ങനെ നിധി റെഡിയായി ജോലിക്ക് പോകാനൊക്കെ ആകണം. അതേസമയം നമ്മുടെ സുഭാഷാണെങ്കിൽ കിച്ചണിൽ ആഞ്ഞു പിടിച്ച് വർക്കാണ്. കാരണം ചോറ് കൊണ്ടുപോകാനുണ്ട്, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്, ആ പണികളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ എല്ലാവരും അതിൻ്റേതായ രീതിയിൽ ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ഭാസ്കരൻ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് കിച്ചണിലോട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ കിച്ചണിലോട്ട് വരുന്ന സമയത്ത് നിധി കാണുകയാണ്. അപ്പോൾ നിധിയെ കണ്ടപ്പോൾ ഭാസ്കരൻ, എൻ്റെ അമ്മോ എവള് ഇനിയിപ്പോൾ എൻ്റെ അടുത്ത് എന്തെങ്കിലും വീണ്ടും അതിനെക്കുറിച്ച് എന്നെ സംസാരിക്കുകയോ ചോദിക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യുമോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ഇങ്ങനെ മനസ്സ് വിചാരിക്കണം കേട്ടോ ഭാസ്കരൻ. അപ്പം നിധി നോക്കിയപ്പോൾ ഭാസ്കരൻ നിധിയെ കണ്ട് ഒന്ന് ഒഴിഞ്ഞു മാറണ ഒരു ഫീലിങ്സ് പോലെയൊക്കെ നിധിക്ക് തോന്നുകയാണ്. എന്തോ ഒരു എന്ന് വെച്ചാൽ നിധിയുടെ കണ്ണിപ്പെടാണ്ട് മാറി നടക്കാനൊക്കെയുള്ള ഒരു ടെൻഡൻസി പോലെ നിധിക്ക് തോന്നി. പക്ഷേ നിധി ഒന്നും ഭാസ്കരനെ കണ്ടിട്ട് ചോദിക്കാനൊന്നും നിന്നില്ല. കാരണം ഇപ്പോൾ എല്ലാവരുടെ മുമ്പിൽ വെച്ച് അത് ഇനി ചോദിച്ചു എന്നുള്ളത് വേണ്ടല്ലോ. അതേസമയം നിധി കമ്പനിയിൽ പോകാൻ വേണ്ടിയിട്ട് തയ്യാറാവുകയാണ്. അപ്പോൾ തയ്യാറായി വന്നപ്പോൾ നമ്മുടെ സുധീഷ് അതിനോടൊപ്പം റെഡിയാവുകയാണ്. കാരണം രാവിലെയെങ്കിലും നിധീനെ ഒന്ന് തൻ്റെയോടൊപ്പം ഒന്ന് കാറിലൊക്കെ ഇരുത്തി ഒന്ന് കൊണ്ടുപോകാം, അങ്ങനെയെങ്കിലും ഒരു അടുപ്പം കാണിക്കാമല്ലോ എന്നൊക്കെ മനസ്സ് കരുതി നമ്മുടെ സുധീഷ് നിൽക്കുകയാണ്. അപ്പം നിധി റെഡിയായി വന്നിട്ട് നികേഷിനെ തിരക്കുകയാണ്. നികേഷൻ നീ റെഡി ആയില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ സുധീഷ് പറഞ്ഞു, അതെ രാവിലെ ഞാൻ കൊണ്ടുവിടാൻ നിധി, ഞാൻ ഫ്രീ ആണ്. വേണ്ട, ഒരാൾ എനിക്ക് വേണ്ടിയിട്ട് അങ്ങനെ കിടന്ന് മെനക്കെടുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഞാൻ പൊക്കോളാം, ബസ്സിൽ പോവാം. അതിനെന്നാ ഈ ബസ്സിലൊക്കെ തൂങ്ങി വലിഞ്ഞ് പോകണോ നിധി? ഞാൻ കൊണ്ടുവിടാം, കാറിൽ പൊക്കൂടെ, നമുക്ക് വണ്ടി ഉണ്ടല്ലോ. അത് സാരമില്ല, ഒന്ന് ബസ്സിലൊക്കെ പോയി പഠിക്കട്ടെ സുധീഷേ, അങ്ങനെയല്ലേ പഠിക്കാൻ പറ്റുമോ? ഇപ്പം നികേഷ് കൂടെ ഉണ്ടല്ലോ, പിന്നെ എന്താണ് എന്നിങ്ങനെ പറഞ്ഞു. അങ്ങപ്പം നമ്മുടെ സുധീഷിൻ്റെ മുഖമൊക്കെ അങ്ങ് വല്ലാണ്ടായിട്ടോ. അപ്പോൾ സുഭാഷിൻ്റെ പുറകെ നടക്കുകയാണ്. സുഭാഷേട്ടൻ ഒന്ന് പറ സുഭാഷേട്ടൻ പറഞ്ഞാൽ അവൾ കേൾക്കും. ഞാനൊന്ന് കാറിൽ കൊണ്ടാക്കിക്കോളാം, ബസ്സിൽ കയറേണ്ട, വൈകിട്ട് വേണമെങ്കിൽ ബസ്സിൽ വരാൻ പറ എന്നൊക്കെ പറഞ്ഞ് നടക്കുകയാണ്. എടാ അവൾ നികേഷിൻ്റെ കൂടെ പോവുമെങ്കിൽ പൊക്കോട്ടെ. അപ്പോഴേക്കും നികേഷിനെ വിളിക്കണേ, നികേഷ് നീ റെഡിയായോ? ഞാൻ ഇപ്പോൾ വരാൻ ഏട്ടത്തിയെന്നും പറഞ്ഞൊരു നികേഷ് മേക്കപ്പാണ്. അപ്പോൾ നമ്മുടെ ഹരീഷ് വിളിച്ചു പറഞ്ഞു, അവൻ്റെ ഒരുക്കം കഴിയാൻ സമയം എടുക്കും, അവൻ പൗഡറും പൂശി ഇങ്ങ് എത്തുമ്പോഴേ ഒരു നേരം. അപ്പോഴേക്കും ഏട്ടത്തിക്ക് കമ്പനിയിലെത്താനുള്ള സമയമൊക്കെ കഴിയുമെന്ന് പറഞ്ഞു. അതൊന്നുമില്ല, ഞാൻ വരണമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും നമ്മുടെ നികേഷ് റെഡിയായി വരെയാണ്. ആ സമയം നമ്മുടെ സുധീഷിന് അങ്ങോട്ട് കലിപ്പാണ് കേട്ടോ. സ്വർഗത്തിലെ കട്ടുറുമ്പാവാൻ വന്ന കശ്മലൻ, എൻ്റെ ഭാര്യയ്ക്ക് എനിക്ക് സ്വാതന്ത്ര്യമില്ല, എൻ്റെ അനിയനും ഏട്ടനും ഒക്കെയാണ് അവളുടെ സ്വാതന്ത്ര്യം. എന്നിട്ട് പോയി സുഭാഷിൻ്റെ അടുത്ത് പറയും, ഞാനില്ലേ അവളെ താലിയിട്ട് കൊണ്ടുവന്നത്, എനിക്കുള്ളതിനെക്കാട്ടിലും സ്വാതന്ത്ര്യമാണല്ലോ അവർക്കൊക്കെ എന്നും പറഞ്ഞുകൊണ്ട് സുധീഷ് കുറ്റവും കുറവും ഒക്കെ പറയുകയാണ്. സങ്കടം കൊണ്ട് പറയുകയാണ്. കാരണം നിധിയെ കിട്ടുന്നില്ല, കട്ടുറുമ്പായി വന്ന് നികേഷ് കാരണമാണ്. ഇപ്പം നികേഷ് ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ അവൾ വന്നേനെ എന്നൊക്കെ പറയാം. നീ താലി കെട്ടി കൊണ്ടുവന്നു എന്നൊക്കെ പറയണതിനെക്കുറിച്ചൊന്നും പറയാൻ നിൽക്കണ്ട, അതിൻ്റെ കഥയൊക്കെ നമുക്കെല്ലാവർക്കും അറിയാവുന്നില്ലെന്ന് നമ്മുടെ സുഭാഷ് പറയും കേട്ടോ. അതേസമയം അങ്ങനെ നികേഷ് റെഡിയായി കഴിയുമ്പോൾ അവർ രണ്ടുപേരും കൂടെ ബസ്സിൽ പോവാണ് കേട്ടോ. അവർ ഇറങ്ങി കഴിയുമ്പോഴേക്കും സുധീഷ് അങ്ങോട്ട് പറയുകയാണ്, എന്ത് കഷ്ടമാണ്, ഒരു ഇച്ചിരി നേരമെങ്കിലും അവളെ കൂടെ ഒന്ന് അടുത്തിരിക്കുക, അല്ലെങ്കിൽ അവളെയും കൂടെ കൊണ്ട് കാറിലൊക്കെ പോവാം എന്ന് കരുതിയപ്പോഴേക്കും നിങ്ങളെല്ലാവരും കൂടെ അവൾക്ക് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കണം, എനിക്കൊന്ന് സപ്പോർട്ട് ചെയ്തുകൂടെ, ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് അവളെ ഒന്ന് എന്നിലോട്ടൊന്ന് അടുപ്പിക്കട്ടെ സുഭാഷ് ചേട്ടാന്ന് പറഞ്ഞുകൊണ്ട് സുധീഷ് സത്യം പറഞ്ഞാൽ സങ്കടപ്പെടുകയാണ് കേട്ടോ. അപ്പോൾ സുഭാഷ് പറഞ്ഞു, ഞാനിപ്പോൾ എന്ത് ചെയ്യാനാടാ, എനിക്കെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അവളല്ലേ തീരുമാനിക്കുന്നത്, അവളെ ഇഷ്ടത്തിനല്ലേ അവൾ പോണത്, നികേഷും കൂടെ ഉണ്ട്, പിന്നെ എന്താണ് ഇനി അതിലൊരു അഭിപ്രായം പറയേണ്ടതെന്ന് സുഭാഷും പറഞ്ഞു. ഇതേ സമയം നമ്മുടെ സുധീഷ് പറഞ്ഞത് സുഭാഷിൻ്റെ അടുത്ത് കഴിഞ്ഞ കുറച്ച് ദിവസം മുന്നേ പറഞ്ഞായിരുന്നു നമ്മുടെ നിധിക്ക് വേണ്ടിയിട്ട് ഒരു ബാത്റൂം പണിയുന്നതിനെക്കുറിച്ച്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ അവിനാശും അതുപോലെ 1-2 ഭായിമാരൊക്കെ വരെയാണ്. അങ്ങനെ അവർ വന്നു. അപ്പം നമ്മുടെ ഭാസ്കറിൻ്റെ അടുത്ത് നിന്നിട്ട് നമ്മുടെ സുഭാഷ് കാര്യങ്ങളൊക്കെ പറയണം, അച്ഛാ നിധി നമ്മളൊക്കെ യൂസ് ചെയ്യണ ബാത്റൂം അല്ലേ ഉപയോഗിക്കണം, അതുകൊണ്ട് നിധിക്ക് വേണ്ടിയിട്ട് നമുക്കൊരു ബാത്റൂം പണിയാന്നുള്ള ഒരു ആഗ്രഹത്തെ അങ്ങനെ പണിക്കാരൊക്കെ വന്നു എന്ന് പറഞ്ഞ് ഇരിക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ സുധീഷും ഹരീഷൊക്കെ വന്നു കേട്ടോ. അങ്ങനെ പണിക്കാർ വന്നു, അവരതിൻ്റേതായ കാര്യങ്ങളും ഒക്കെ തയ്യാറാക്കുകയാണ്. ആ സമയം ഹരീഷ് പറഞ്ഞു, ഇനിയിപ്പോൾ എന്തൊക്കെയാണാവോ നടക്കാൻ പോണേ എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ സുധീഷ് പറഞ്ഞു, എന്ത് നടക്കാൻ, നീ ഒന്ന് സമാധാനപ്പെട്ടിരിക്കടാന്ന് പറഞ്ഞു. അപ്പോഴേക്കും കൊടിയും പൊക്കി പിടിച്ചുകൊണ്ട് അറിഞ്ഞു വന്നില്ലേ നമ്മുടെ ഗംഗാധരൻ. കാരണം കോടതിയിലെ ഉത്തരവുള്ളതാണ്, ഇവിടെ ഈ വീട്ടിൽ ഒരു പണിയോ ഒന്നും ചെയ്യാൻ പാടില്ല എന്ന്. ആരുടെ ചോദിച്ചിട്ടാടാ നീയൊക്കെ ഇവിടെ പണി നടത്തണേന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ സുഭാഷ് എന്നിട്ട് പറഞ്ഞു, അതെ
ഇവിടെ ഞങ്ങൾ പണിയൊന്നും ചെയ്യണേയല്ല, ഒരു ബാത്റൂം പണിയണം, അത്രയേ ഉള്ളൂ, അല്ലാണ്ട് വേറെ ഒന്നും ഇവിടെ ചെയ്യണില്ല. ആരെടുത്ത് ചോദിച്ചിട്ട് ഇവിടെ ഒന്നും ചെയ്യാൻ പാടില്ല എന്നുള്ള ഉത്തരവുണ്ട്, പിന്നെ നീയൊക്കെ എന്തിനാണ് ഇതൊക്കെ ചെയ്യണേന്ന് ചോദിച്ചിട്ട് ഗംഗാധരൻ അങ്ങ് ആടിപ്പൊടിക്കണേ. അപ്പോൾ സുധീഷും അവരൊക്കെ കിടന്നങ്ങോട്ട് ചാടയാൻ തുടങ്ങിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ താൻ ആരാടാ ഇത് ചോദിക്കാൻ, താൻ ആരുവാന്നൊക്കെ പറഞ്ഞിട്ട് അവന്മാർ രണ്ടുപേരും കൂടെ ആക്കിയാണ്. അപ്പോഴേക്കും നമ്മുടെ ഭാസ്കരൻ രംഗത്തേക്ക് അങ്ങോട്ട് ഇറങ്ങിയില്ല. ഭാസ്കരൻ ചോദിച്ചു, എൻ്റെ വീട്, ഞാൻ താമസിക്കുന്ന വീട്ടിൽ എന്ത് പണിയണ്ട എന്നുള്ളത് ഞാൻ തീരുമാനിക്കും, നീ ആരാടെന്ന് ചോദിച്ചുകൊണ്ട് ഭാസ്കരൻ രംഗപ്രവേശനം ചെയ്യണം. അപ്പോഴേക്കും ഗംഗാധരൻ പറഞ്ഞു, എന്നാൽ നീയൊക്കെ ഒന്ന് പണിയണത് എനിക്ക് കാണണമല്ലോടാന്ന് പറഞ്ഞു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്കണം. അപ്പം നമ്മുടെ സുഭാഷ് പറഞ്ഞു, വഴക്കിന് വയ്യാവലിക്കൊന്നും പോണ്ട, നമുക്ക് അത് അവരുമായിട്ട് ഒച്ചപ്പാടൊന്നും ഉണ്ടാക്കണ്ട അച്ഛന്നും പറഞ്ഞ് ഭാസ്കരനെ മാറ്റിയാണ്. അപ്പോൾ നമ്മുടെ സുധീഷാണെങ്കിൽ വിട്ടുകൊടുക്കും, സുധീഷ് കിടന്ന് ചാട്ടേനെ. അപ്പോൾ ഭാസ്കരൻ പറഞ്ഞു, നീ എനിക്ക് എന്താ ഉലത്താൻ പറ്റണേന്ന് വെച്ചാൽ ഒന്ന് ഉണ്ടാക്കടാന്നും പറഞ്ഞു. ഭാസ്കരൻ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടാണ് ഗംഗാധരൻ്റെ അടുത്ത്. ഒടുവിൽ ലാസ്റ്റ് നമ്മുടെ ഗംഗാധരനെ പിടിച്ചുകൊണ്ട് കുറച്ച് മാറിപ്പോവാണ്. അപ്പോൾ സുധീഷും ഹരീഷും കൂടെ പറയാണ്, ഇന്ന് മിക്കവാറും രണ്ടിലൊന്ന് നടക്കും, അതിനായി കൂട്ടിക്കൊണ്ട് പോണേന്ന് പറഞ്ഞു. അങ്ങനെ കാരണം വെച്ചാൽ അടി കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോകണേ എന്നുള്ളത് അവർക്ക് മനസ്സിലായി. പക്ഷേ ഭാസ്കരൻ അതിലേക്കൊന്നും അല്ല പോയത്. ഗംഗാധരനെ വിളിച്ച് അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് പറഞ്ഞു, അതെ, നിൻ്റെ സുനന്ദമോളെ കെട്ടിച്ച് വിട്ട സ്ഥലത്തെ അഡ്രസ്സും മേൽവിലാസവും ഒക്കെ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഒരുപാട് പണിയാൻ വന്നു കഴിഞ്ഞാൽ കല്യാണത്തിൻ്റെ തലേ ദിവസം എൻ്റെ ചെറുക്കൻ അവൾ പണ്ട് പ്രേമിച്ചിരുന്നു എന്നും കല്യാണ തലേ ദിവസം അവൾ അവൻ്റെ കൂടെ കഴിയുള്ളൂ എന്നും പറഞ്ഞ് ഈ വീട്ടിൽ വന്ന് സത്യാഗ്രഹം ഇരുന്ന കഥയൊക്കെ പുതിയ കെട്ടിയോൻ്റെ അടുത്ത്, പുതിയ മരുമകൻ്റെ അടുത്ത് ഞാനങ്ങ് വിളമ്പും. പിന്നെ മോളുടെ കുടുംബജീവിതമൊക്കെ അതേപടി അങ്ങ് തകരും. അവൾ എൻ്റെ അടുത്ത് അഡ്രസ്സും തന്ന് അമ്മാവൻ വരണം, എൻ്റെ വീട്ടിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് വരണേ അമ്മാവാന്നൊക്കെ പറഞ്ഞ് എന്നെ ക്ഷണിച്ചിട്ടാണ് അവൾ പോയിക്കണത്. വെറുതെ എന്നെ അവിടം വരെ കൊണ്ടുപോയി ഈ കഥകളൊക്കെ ആ നാട്ടിലും ഭർത്താവിൻ്റെ വീട്ടിലും വീട്ടുകാരുടെ അടുത്തൊന്നും വിളമ്പിപ്പിക്കാനായിട്ട് നിൽക്കരുത് ഗംഗാധര എന്ന് പറഞ്ഞു. വിവരം അറിയുമെന്ന് പറഞ്ഞു. മോള് വീട്ടിൽ വന്ന് നിൽക്കുമെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഗംഗാധരൻ അങ്ങോട്ട് പേടിച്ചു. കാരണം എന്ന് വെച്ചാൽ യവൻ ചെയ്യും ഭാസ്കരൻ, അത് ഉറപ്പായ കാര്യമാണ്. പിന്നെ ഗംഗാധരൻ കമാന്നൊരക്ഷരം മിണ്ടല്ല. അപ്പോൾ തോളത്ത് കൈയിട്ട് ഗംഗാധരനുമായിട്ട് ഭാസ്കരൻ ഇങ്ങനെ പുറത്തോട്ട് വന്നു. അപ്പോൾ അവരൊക്കെ നോക്കിയപ്പോൾ അടിയും ബഹളമൊന്നും നടന്നില്ല. പക്ഷേ എന്തോ പറഞ്ഞു. ആ പേരിൽ ഗംഗാധരൻ വാല് മടക്കി ചുരുട്ടി അകത്ത് വെച്ച് പോണ കണക്ക് ഗംഗാധരൻ ഒന്നും മിണ്ടാണ്ട് പോവുകയാണ്. അല്ല, ഇവിടെ ഇപ്പോൾ എന്താ സംഭവിച്ചതെന്ന് ഇവർ മൂന്നുപേരും, നമ്മുടെ സുഭാഷും അതുപോലെ ഹരീഷും സുധീഷും ഒക്കെ ആലോചിച്ച് നിൽക്കുകയാണ്. പക്ഷേ നല്ല വീക്ക് പോയിന്റ് നോക്കി പിടിച്ചാണ് നമ്മുടെ ഗംഗാധരൻ കാര്യം അവതരിപ്പിച്ചത്. അതിൽ വീണുപോയി. കാരണം മറുത്തൊന്നും പറയാൻ ഗംഗാധരന് പറ്റില്ല. കാരണം ഭാസ്കരൻ പോവുകയും ചെയ്യും, പറയുകയും ചെയ്യും. പിന്നെ അതോടുകൂടി സുനന്ദയുടെ ജീവിതം തകിടം മറിയുകയും ചെയ്യും. അത് ഗംഗാധരന് ഉറപ്പാണ്. അങ്ങനെ ഗംഗാധരൻ ഒന്നും മിണ്ടാണ്ട് പോവാണ്. അപ്പോൾ ആ ഒരു സീനൊക്കെയാണ് ഇത്രയാണ് നാളെ കാണിച്ച് ഏകദേശം വൈൻഡപ്പ് ആവുന്നത്. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കേൾക്കുക. വീഡിയോസ് കേട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക. അതിനോടൊപ്പം തന്നെ ഹൈപ്പും കൂടെ ചെയ്യുക കേട്ടോ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് രേഖപ്പെടുത്തുക. എല്ലാവർക്കും ശുഭദിനം പറഞ്ഞുകൊണ്ട് നാളത്തെ കാറ്റത്തെ കിളിക്കൂടിൻ്റെ പ്രൊമോ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.